അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അതിരാവിലെ സുബഹിക്ക് ഈ ഒരു വെള്ളം രോഗികൾക്ക് നൽകിയാൽ, നാം രോഗിയാണെങ്കിൽ ഈ ഒരു വെള്ളം കുടിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഷിഫ അള്ളാഹു നമുക്ക് നൽകും. ഈ ഒരു വെള്ളം കുടിക്കേണ്ട ഒരു രീതിയെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നാം ഇന്ന് വിശദീകരിക്കുന്നത്. രോഗം എന്ന് പറയുന്നത്, ഒരാൾക്ക് രോഗം വന്നാൽ പലരും അവനിക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷയാണ് എന്ന രീതിയിലൊക്കെ കാണുന്നുണ്ട്. ഒരിക്കലുമല്ല. അള്ളാഹു രോഗം നൽകുന്നത് എത്രത്ര വലിയ വലിയ മഹാരഥന്മാർക്ക്, അല്ലേ? മഹാന അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗിയായിരുന്നു. ഒരു സൂചിയുടെ മുന പോലും വെക്കാനുള്ള സ്ഥലമില്ല, ശരീരം മാസകരം വേദനയായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. രോഗികൾ നാളെ പരലോകത്ത് അള്ളാഹു അവർക്ക് നൽകുന്ന പ്രതിഫലം കാണുമ്പോൾ വലിയ വലിയ മാരകമായ ക്യാൻസർ പോലത്തെ വലിയ വലിയ രോഗത്തിൻ്റെ അടിമകളായി വരുന്ന അവർക്ക് അള്ളാഹു അതിൽ ക്ഷമിച്ച് അള്ളാഹുവിൽ തവക്കൽ ചെയ്തവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം കാണുമ്പോൾ നാം തന്നെ ആഗ്രഹിച്ചു പോകും, ഞാനും ഒരു രോഗിയായിരുന്നെങ്കിലോ എന്ന്. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഈ രോഗത്തിന് അള്ളാഹു നൽകിയ ചില മാർഗം, പരിശുദ്ധ ഖുർആൻ അതിനുള്ള ശിഫയാണ്. ഈ ഒരു മാർഗം സ്വീകരിച്ചാൽ നമ്മുടെ രോഗത്തിന് ശമനമുണ്ടാകും, അല്ലേ? സ്വഹാബത്തുൽ കിറാമിൻ്റെ ചരിത്രങ്ങളൊക്കെ അത്ഭുതമാണ്. ഭാര്യ തൻ്റെ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്തു. സ്വഹാബി ചോദിച്ചത് സന്തോഷം കൊണ്ട് ചോദിച്ചു, നീ എന്ത് ചോദിച്ചാലും നിൻ്റെ ആഗ്രഹം ഞാനിന്ന് പൂർത്തീകരിക്കും, എനിക്ക് നീ എന്ത് വേണമെങ്കിൽ ചോദിക്കാം എന്ന് ഭർത്താവ് പറഞ്ഞു. അപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹം കൊണ്ട് ഭർത്താവിന് ചെയ്ത ഖിദ്മത്ത്, അതിന് പകരമായി ഭാര്യ എന്തു ചോദിച്ചാലും നിറവേറ്റി കൊടുക്കുമെന്ന് ഭർത്താവ് പറയുമ്പോൾ ഭർത്താവ് വളരെ പ്രതീക്ഷയോടിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഭാര്യ എന്തു പറയുന്നു എന്നാണ്. ആ സ്വഹാബി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഭാര്യ പറഞ്ഞത്, എനിക്ക് തലാക്ക് വേണം എന്നാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി ആയിരുന്നു. പെട്ടെന്ന് ഭർത്താവ്, ഇത്രയും എന്നെ സ്നേഹിക്കുന്ന ഇത്രയും നല്ല സ്വാലിഹത്തായ ഒരു ഭാര്യ എന്തുകൊണ്ട് തലാക്ക് ചോദിച്ചു? ഒന്നും മനസ്സിലാകുന്നില്ല. എന്തേ നീ തലാക്ക് ചോദിച്ചു? എന്തേ കാരണം? അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു പ്രതീക്ഷയായിരുന്നില്ല, ആ ഒരു രീതി ആയിരുന്നില്ല സ്വഹാബി പ്രതീക്ഷിച്ചത്. ഇതായിരിക്കും ആഗ്രഹമെന്നായിരുന്നില്ല. പെട്ടെന്ന് വല്ലാണ്ട് സങ്കടപ്പെട്ട് സ്വഹാബി നേരെ ഹദറത്തി റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദറത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്തു അങ്ങനെ റസൂലിൻ്റെ ഹദറത്തിലേക്ക് പോകുമ്പോൾ ആ സമയങ്ങൾക്കിടയിൽ ഈ പ്രിയപ്പെട്ട ഈ ഭർത്താവിന് കാലുകളിലേക്കും ചില മുറിവുകളൊക്കെ ഉണ്ടായി. അങ്ങനെ നേരെ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ ഭാര്യ ഈ ഭർത്താവിന് തിരിച്ചു വരുന്നു, കാലുകളിലൊക്കെ മുറിവൊക്കെ കാണുന്നു. പെട്ടെന്ന് ഓടി വന്ന് ആ മുറിവിലുള്ള രക്തങ്ങളെല്ലാം തുടച്ചു മാറ്റി വലിയ സന്തോഷത്തിലാണ്. ഇയാളാണെങ്കിൽ വലിയ വിഷമത്തിലാണ്, കാരണം വേദന കൊണ്ട് വിഷമത്തിലാണ്. ഭാര്യയാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഭാര്യ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ ത്വലാക്ക് വേണ്ട എന്ന്. കാരണം എന്തെന്ന് ചോദിച്ചു. കാരണം നാം കല്യാണം കഴിഞ്ഞ് 10 വർഷമായി, ഇതുവരേക്ക് നിങ്ങൾക്കൊരു ചെറിയ ജലദോഷം പോലും വന്നില്ലല്ലോ. കാരണം മുഅ്മിനീങ്ങൾ അല്ലാഹു പലവിധ രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകി അല്ലാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾക്കൊരു രോഗവും ഒരു പരീക്ഷണം കാണാതിരിക്കുമ്പോൾ എനിക്ക് സങ്കടപ്പെട്ടു. കാരണം അള്ളാഹുവിന് നിങ്ങളെ ഇഷ്ടമല്ലേ എന്ന് എൻ്റെ മനസ്സിൽ സങ്കടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ തലാക്ക് ആവശ്യപ്പെട്ടത്. നിങ്ങൾക്കിപ്പോൾ കാലിലേക്ക് ചെറിയ മുറിവുകളെ പറ്റിയല്ലോ, അപ്പം എനിക്ക് സന്തോഷമായി, ഇനി തലാക്ക് വേണ്ട എന്നാലും. അത്രത്തോളം രോഗം എന്നുള്ളത് അനുഗ്രഹമാണ്, നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ളതാണ്. രോഗികളായ നാമൊക്കെ ആരെങ്കിലും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കുക. ഇത് അള്ളാഹു നൽകിയ, അള്ളാഹു നമ്മുടെ ദർജ സ്വർഗത്തിൽ കൂട്ടാൻ വേണ്ടിയും ഒരുപാട് വന്നമുള്ള പ്രതിഫലം അള്ളാഹു നൽകാൻ വേണ്ടിയാണ് അള്ളാഹു രോഗങ്ങൾ നൽകി അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നത്. നാം എന്നും ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. ആരോഗ്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗം കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ ക്ഷമ കൈകൊണ്ടാൽ വലിയ പ്രതിഫലവും അള്ളാഹു നമുക്ക് നൽകുമെന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. രോഗികളായ ആളുകളെ പോയി സന്ദർശിക്കലൊക്കെ വലിയ പുണ്യമുള്ള കർമ്മമാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല മരണം വരെ എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. ഇനി രോഗം കൊണ്ട് അകപ്പെട്ടാലും സങ്കടപ്പെടേണ്ടതില്ല. അതുകൊണ്ടാണ് മുഅ്മിനിൻ്റെ കാര്യം അത്ഭുതമാണ്, അജബാണ് എന്ന് പറയാൻ കാരണം, അവർക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ ഫസബർ, അവൻ ക്ഷമ കൈകൊള്ളുന്നവനാണ്. ഇനി അവനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വന്ന് സന്തോഷങ്ങൾ വന്ന് എന്നാൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നവനാണ്. അത് മുഅ്മിനിൻ്റെ ഒരു സ്വഭാവം എന്നുള്ളത്. പരീക്ഷണം വന്നാലും സങ്കടം വന്നാലും എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചവനാണ്. പ്രിയമുള്ളവരെ, വലിയ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ, പലവിധ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരൊക്കെ ഉണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫ നൽകട്ടെ.
ചെറിയ മക്കളൊക്കെ അല്ലേ, ഒരു ഉമ്മ കയ്യിൽ പിടിച്ച് തൻ്റെ മകനെ കയ്യിൽ നിന്ന് വിടുന്നില്ല. കാരണം എന്തറിയോ, കയ്യിൽ നിന്ന് എന്തുകൊണ്ട് വിടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ കയ്യിൽ നിന്നൊന്ന് വിട്ടുകളഞ്ഞാൽ മകൻ ഓടിപ്പോയി തൻ്റെ തല ചുമരിലിടിച്ച് വേദനിപ്പിക്കുകയാണ് ശരീരത്തെ. കാരണം എന്നറിയോ, ആ കുട്ടിക്ക് ബ്രെയിൻ ട്യൂമർ പോലത്തെ മാരകമായ രോഗങ്ങൾ, അതിൻ്റെ വേദനകളൊന്നും സഹിക്കാൻ പറ്റൂല. ആ വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെയാണ് അത്തരത്തിലുള്ള പ്രവൃത്തിയൊക്കെ ചെയ്യുന്നവർ. പലരും പറയും രോഗം കൊണ്ട് സഹിക്കാൻ കഴിയാൻ ഒരു കത്തിയെടുത്ത് എൻ്റെ തലയൊന്ന് 2 പിളർപ്പാക്കണമെന്ന് പറയും. കാരണം അത്ര വേദന ഉണ്ടാകും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ വേദനകളെ തൊട്ട് അള്ളാഹു നമ്മെ കാക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, സൂറത്ത് ബയ്യിന നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫക്കീന ഹത്താ തഅതിയഹുൽ ബയ്യിന. ഈ സൂറത്ത്, ഇതിൻ്റെ തുടക്കം പറഞ്ഞു മാത്രം, ഈ സ്ക്രീനിൽ കാണുന്ന ഈ സൂറത്ത് എൻ്റെ പ്രിയമുള്ളവർ ഒരു തവണ നാം മന്ത്രിക്കുക, ഒരു തവണ ഓതി ഇഷ്ഫി എന്ന് വെള്ളത്തിലേക്ക് ഓതുക. അതോടൊപ്പം സൂറത്ത് യാസിൻ്റെ അവസാനത്തെ ഈ 2 ആയത്തുകൾ, ഈ സ്ക്രീനിൽ കാണുന്ന ഈ 2 ആയത്തുകൾ 97, 98, ഈ 2 ആയത്തുകൾ മന്ത്രിച്ച് വെള്ളത്തിലേക്ക് ഊതി ഈ വെള്ളം അതിരാവിലെ നാം കുടിക്കുകയാണെങ്കിൽ എത്ര വലിയ രോഗമാണെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ശിഫ അള്ളാഹു നൽകും. എൻ്റെ പ്രിയപ്പെട്ടവർ, രോഗം എന്നുള്ളത് അള്ളാഹു നൽകുന്ന വലിയ പരീക്ഷണമാണെങ്കിൽ അത് രോഗം നൽകിയപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തു, എന്തിനാണ് അള്ളാഹു എന്നെ ശിക്ഷിക്കുന്നത്, എന്തിനാണ് അങ്ങനെ പറയുന്ന ചില ഉമ്മമാർ, ചില ആളുകളൊക്കെ കാണാറുണ്ട്. ഒരിക്കലും പറഞ്ഞു പോകരുത് അല്ലേ. അയ്യൂബ് നബി അലൈഹിസ്സലാമിനിക്ക് രോഗം വന്നു, ഒരു ദിവസം പോലും അല്ലേ മസ്സനി ദുർറ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ശിഫയാക്കണമെന്നോ അല്ലെങ്കിൽ അള്ളാഹുനെ എത്രത്തോളം നാട്ടുകാരൊക്കെ ഒഴിവാക്കിയല്ലോ. എന്നിട്ട് അവസാനം ഭാര്യയെ ഒഴിവാക്കാൻ പോലും നാട്ടുകാർ ശ്രമിച്ച ആ ഒരു സന്ദർഭത്തിൽ പോലും അയ്യൂബ് നബി അലൈഹിസ്സലാം പിടിച്ചു നിന്നു. അതാണ് നാം അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് എത്ര വലിയ പ്രയാസങ്ങൾ, നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ വരും. ആ വരുന്ന സമയത്ത് ചില ആളുകൾ രോഗം വന്ന് വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ വരെ ചെയ്തവരൊക്കെ ഉണ്ട്. ഒരിക്കലും നാം അത് അത്തരത്തിലുള്ള പ്രവൃത്തിയിൽ പോകരുത്. കാരണം സാമ്പത്തികമായി ഓർത്ത് ഇനി എന്ത് ചെയ്യും, എൻ്റെ മക്കൾ കഷ്ടപ്പാടിലാവില്ലേ, ഇനി മറ്റൊരു മാർഗ്ഗമില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പരിപൂർണമായ ശിഫയും ആരോഗ്യവും അള്ളാഹു നൽകട്ടെ. ആരോഗ്യത്തിന് വേണ്ടി എന്നും ദുആ ചെയ്യണം. പരിപൂർണമായ ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് അള്ളാഹു നമുക്കൊക്കെ ഇബാദത്ത് ചെയ്യാൻ പരിപൂർണമായി സാധിക്കുകയുള്ളൂ. പരിശുദ്ധമായ നമസ്കാരമാകട്ടെ, മറ്റു ഇബാദത്തുകളൊക്കെ ആകട്ടെ, ഇതൊക്കെ കൃത്യമായി ചെയ്യണമെങ്കിൽ ആരോഗ്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നാം ഭക്ഷണം കഴിക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇബാദത്തിന് നമുക്ക് ഉന്മേഷം കിട്ടാൻ വേണ്ടി അത്രത്തുള്ള നിയ്യത്ത് കൊണ്ടായിരിക്കണം. എന്നാൽ നാം ഭക്ഷണം വളരെ ചുരുക്കുക അത്യാവശ്യമാണല്ലേ. മദീനയിലേക്ക് ഒരു ഡോക്ടറിനെ അയച്ചു അല്ലേ, എന്തിന്? അവിടെയുള്ള രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയാണ്. മദീനയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു രോഗികളില്ല. എന്തുകൊണ്ട് അവർക്ക് രോഗം വന്നില്ല എന്നുള്ള പരിശോധന നടത്തുമ്പോൾ അവർ ദാഹിച്ചാൽ മാത്രം വെള്ളം കുടിക്കൂ, അതുപോലെ വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണ്. അധികമായ ഭക്ഷണം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മെ രോഗികളാക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.